ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ് അതെപ്പോഴും ആവശ്യമാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും എവിടെ കോമ്പറ്റീഷൻ ഉണ്ട് അല്ലെങ്കിൽ എവിടെ ബിസിനസ് ഇൻ്റർവ്യൂ എവിടെയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ വ്യക്തികളുടെ വിജയത്തിൻ്റെ പുറകിൽ എന്ന് പറയുമ്പോൾ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ആണ്. നമ്മളുടെ മൈൻഡ് എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് എത്താൻ സാധിക്കും. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു പെർഫെക്റ്റ് പ്ലാനിങ് അതുപോലെ തന്നെ സ്ട്രോങ് മൈൻഡ് ആണ്. ഇന്ന് ഒക്ടോബർ 28 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജസ്റ്റിസ് സൂര്യകാന്ത് ദ നെക്സ്റ്റ് ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് സൂര്യകാന്ത് അടുത്ത ചീഫ് ജസ്റ്റിസ്. മിക്കവാറും എല്ലാ പത്രങ്ങളിലെയും ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള വാർത്തയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് സൂര്യകാന്ത് ആവുകയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇപ്പോഴത്തെ കറണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ BR ഗവായി. BR ഗവായി വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് പകരമായിട്ട് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ BR ഗവായി റെക്കമെൻഡ് ചെയ്തു. അതായത് ദ നെക്സ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് ആയിരിക്കും. അദ്ദേഹം 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇപ്പോഴത്തേത് 52ാമത്തേതാണ്. 53ാമത്തെ ദ 53rd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും ജസ്റ്റിസ് സൂര്യകാന്ത്. അദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. ആദ്യമായിട്ടാണ് ഒരു ഹരിയാനയിൽ നിന്നുള്ള വ്യക്തി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകുന്നത്. ദ ഫസ്റ്റ് പേഴ്സൺ ടു ബി എലിവേറ്റഡ് ഫ്രം ഹരിയാന ആസ് CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇൻഡിജിനസ്ലി ബിൽഡ് സർവേ വെസൽ ഇക്ഷാക് ഈസ് സെറ്റ് ടു ബി കമ്മീഷൻഡ്. തദ്ദേശീയമായി നിർമ്മിച്ച സർവേ വെസൽ ഇക്ഷാക് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നു. ഇതിൽ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ് ഇക്ഷാക് എന്ന ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള സർവേ വെസൽ. ഈ ഒരു കപ്പൽ എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്, എന്നാണ് ഇതിന്റെ കമ്മീഷനിങ്, അതുപോലെ തന്നെ കമ്മീഷൻ നടക്കാൻ പോകുന്ന നേവൽ സ്റ്റേഷൻ എവിടെയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 നവംബർ 6-ാം തീയതിയാണ് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ സർവേ വെസൽ ഇതിന്റെ കമ്മീഷനിങ്. ഇക്ഷാക് എന്നാണ് ഈ ഒരു കപ്പലിന്റെ പേര്. കൊച്ചിയിലെ നേവൽ ബേസിൽ വെച്ചായിരിക്കുള്ളൂ ഇക്ഷാക് എന്ന സർവേ വെസൽ, ലാർജ് സർവേ വെസൽ ഇതിന്റെ കമ്മീഷനിങ് കൊച്ചിയിലെ നേവൽ ബേസിൽ. ഇപ്പോഴത്തെ ചീഫ് ഓഫ് ദി നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആയിരിക്കുള്ളൂ ഈ ഒരു ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്നത്, പ്രിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ ചീഫ് ഓഫ് ദി നേവൽ സ്റ്റാഫ് ആണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസിലാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അധ്യക്ഷതയിലാണ് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള 6th നവംബറിന് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഇക്ഷാക് എന്ന സർവേ വെസൽ. ഈ ഒരു കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. കൊൽക്കത്തയിലുള്ള ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഈ കപ്പൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമാകാൻ പോകുന്നത് 6th നവംബറിന് കൊച്ചിയിൽ നേവൽ ബേസിൽ വെച്ചാണ്. ഈ കപ്പലിന് കംപ്ലീറ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ നടത്തിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ദി വാർഷിപ്പ് ഓവർസീയിങ് ടീം. ഇപ്പോൾ കൊച്ചിൻ നേവൽ ബേസിൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് അവിടെ നിർമ്മിച്ചിട്ടുള്ള കപ്പലിന് കംപ്ലീറ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആയിരുന്നു ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ദി വാർഷിപ്പ് ഓവർസീയിങ് ടീം, കൊൽക്കത്ത. ISRO moves for November 2 CMS-03 mission. ISRO moves for November 2 CMS-3 mission. നവംബർ 2 CMS-3 ദൗത്യത്തിനായി ISRO നീങ്ങുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരാൻ പോകുന്ന ഒരു ലോഞ്ചിങ് ആണ് CMS-03 എന്ന മിഷൻ എന്ന സാറ്റലൈറ്റ്. ഇത് എവിടെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, കൂടാതെ തന്നെ CMS-03 എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റിന്റെ മറ്റൊരു പേരെന്താണ്, എത്ര ഭാരമാണ് ഈ സാറ്റലൈറ്റിനുള്ളത്, ആരാണ് നിർമ്മിച്ചിട്ടുള്ളത്, ഇതെല്ലാം നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 നവംബർ 2-ാം തീയതിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതായത് GSAT-7R എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരു പേര് CMS-03 എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിൻ്റെ ലോഞ്ചിങ് ആണ് നവംബർ 2-ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള ഒരു സാറ്റലൈറ്റ് ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് GSAT-7R. ഇപ്പോഴത്തെ GSAT-7 എന്ന ആ ഒരു സാറ്റലൈറ്റിന് പകരമായിട്ടാണ് ഇപ്പോൾ GSAT-7R ഇത് വിക്ഷേപിക്കാൻ പോകുന്നത് ഇന്ത്യൻ നേവിക്ക് വേണ്ടി. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ
ഭാഗമായിട്ടുള്ള പാർട്ടായിട്ടുള്ള UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ ആണ് GSAT 7R അല്ലെങ്കിൽ CM03 ആ ഒരു നിർമ്മാണം നടത്തിയിട്ടുള്ളത്. UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ ഇത് ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂരിലുള്ള UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ ആണ് GSAT 7R പുറകിൽ. ഈ ഒരു സാറ്റലൈറ്റിനെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലോഞ്ച് പാഡിലേക്ക് കൊണ്ട് ശ്രീഹരിക്കോട്ടയിലേക്ക് ലോഞ്ച് പാഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ ആണ് LVM-3M5. ഫിഫ്ത്ത് ഓപ്പറേഷണൽ ഫ്ലൈറ്റ് ആയിട്ടുള്ള LVM-3M5 എന്ന ലോഞ്ച് വെഹിക്കിൾ ആണ് ശ്രീഹരിക്കോട്ടയിൽ നവംബർ 2-ാം തീയതിക്ക് വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 4400 കിലോഗ്രാം ഭാരമുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. വളരെ ഭാരമുള്ള, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും ഭാരം കൂടിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഇപ്പോൾ ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ വരുന്ന നവംബർ 2-ാം തീയതി GSAT 7R അല്ലെങ്കിൽ CMS03 എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് ഇത് ജിയോസിൻക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലാണ് ഇതിനെ എത്തിക്കാൻ പോകുന്നത്. ജിയോസിൻക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇത് ഏത് ഓർബിറ്റിലാണ്, എത്ര ഭാരമാണ് ഇതിനുള്ളത്, ഏത് ലോഞ്ച് വെഹിക്കിൾ ആണ് ഇതിനെ എത്തിക്കാൻ പോകുന്നത്, ആർക്ക് വേണ്ടിയാണ്, എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്, ഇതെല്ലാമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് വന്നിട്ടുള്ളത്. ദി ഇന്ത്യൻ ആർമി കമമറേറ്റഡ് ശൗര്യ ദിവസ്. ഇന്ത്യൻ സൈന്യം ശൗര്യ ദിവസ് ആഘോഷിച്ചു. എല്ലാ വർഷവും നടക്കുന്ന ഒന്നാണ് ശൗര്യ ദിവസ്. ഇതിന് ശൗര്യ ദിവസ് എന്ന് പറയുന്ന ഈ ഒരു ദിവസ്, ഇതിന്റെ മറ്റൊരു പേരെന്താണ്, ഏത് ദിവസമാണ് ഇന്ത്യൻ ആർമി എല്ലാ വർഷവും ശൗര്യ ദിവസ് ഇതിനെ അനുസ്മരിക്കുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എല്ലാ വർഷവും 27 ഒക്ടോബറിനാണ് ശൗര്യ ദിവസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ശൗര്യ ദിവസിന്റെ മറ്റൊരു പേരാണ് ഇൻഫൻട്രി ഡേ അല്ലെങ്കിൽ ക്യൂൻ ഓഫ് ബാറ്റിൽ. ക്യൂൻ ഓഫ് ബാറ്റിൽ അല്ലെങ്കിൽ ശൗര്യ ദിവസ് അല്ലെങ്കിൽ ഇൻഫൻട്രി ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ ആ ദിവസമാണ് ഒക്ടോബർ 27. ഈ പ്രാവശ്യം ഇത് 79th ശൗര്യ ദിവസ് ആയിരുന്നു. ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആയിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി ആണ് ശൗര്യ ദിവസ് ആയി ബന്ധപ്പെട്ട് ശൗര്യവീർ എന്ന ആ ഒരു മാരത്തോൺ റണ്ണിന് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 27, അതായത് ഇന്നലെ ശൗര്യ ദിവസിന്റെ അന്നാണ് ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അദ്ദേഹമാണ് മാരത്തോൺ അത് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. റൺ ഫോർ ഇന്ത്യ 2025 എന്ന പേരിലാണ് റൺ ഫോർ ഇന്ത്യ 2025 ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ആർമിയുടെ ഇപ്പോഴത്തെ ചീഫ് ആയിട്ടുള്ള ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ശൗര്യ ദിവസ് അല്ലെങ്കിൽ ഇൻഫൻട്രി ഡേ അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 1947 ഒക്ടോബർ 27 ഇന്ത്യൻ ആർമിയുടെ സിഖ് 1 റെജിമെന്റ് അത് ശ്രീനഗറിൽ ലാൻഡ് ചെയ്യുകയും ജമ്മു ആൻഡ് കാശ്മീരിനെ കൈയടക്കാൻ ശ്രമിച്ച പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഫസ്റ്റ് ബാറ്റിൽ ആയിരുന്നു, ആദ്യത്തെ ഒരു പോരാട്ടമായിരുന്നു 1947, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള പാകിസ്ഥാൻ ആയിട്ടുള്ള ദ ഫസ്റ്റ് ബാറ്റിൽ ആയിരുന്നു. ജമ്മു കാശ്മീർ അതിനെ പാകിസ്ഥാൻ കൈയടക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെ തകർത്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഒക്ടോബർ 27. അന്ന് 1 സിഖ് എന്ന ഒരു റെജിമെന്റ് അതിന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള ലെഫ്റ്റനന്റ് കേണൽ ദിവാൻ രഞ്ജിത് റായ്, അദ്ദേഹത്തിന്റെ അണ്ടറിലായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അതിന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള ലെഫ്റ്റനന്റ് കേണൽ ദിവാൻ രഞ്ജിത് റായ് ആ ഒരു ഓപ്പറേഷനിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന് പിന്നീട് മഹാവീർ ചക്ര പോസ്റ്റ്മസ്ലി, അതായത് മരണാനന്തരം അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഇൻഫൻട്രി ഡേ എന്നല്ലെങ്കിൽ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുമ്പോൾ ഒക്ടോബർ 27 ആണ്. 1 സിഖ് ആണ് ശ്രീനഗറിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത്. വളരെ വിജയകരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇന്ത്യയുടെ ദ ഫസ്റ്റ് ബാറ്റിൽ ബിറ്റ്വീൻ പാകിസ്ഥാൻ. അർജന്റീനസ് പ്രസിഡന്റ് സാവിയർ മിലെ സെക്യൂർസ് ഹ്യൂജ് വിൻ ഇൻ മിഡ് ടേംസ്. അർജന്റീന പ്രസിഡന്റ് സാവിയർ മിലെ മിഡ് ടൈമിൽ വൻ വിജയം നേടി. ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അർജന്റീനയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ അർജന്റീനയുടെ സാവിയർ മിലെ വൻ വിജയത്തോടെ വിജയിച്ചു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ഒക്ടോബർ 26 തീയതി അർജന്റീനയിലെ ഇലക്ഷൻ പ്രഖ്യാപനം ഇതിൽ പ്രസിഡന്റ് ആയിട്ടുള്ള സാവിയർ മിലെ വൻ ഭൂരിപക്ഷത്തോട് വിജയിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ലാ ലിബറേറ്റഡ് അവാൻസ പാർട്ടി. 26 ഒക്ടോബറിനായിരുന്നു മിഡ് ടേം ഇലക്ഷന്റെ പ്രഖ്യാപനം. അതിൽ പ്രസിഡന്റ് ആയിട്ടുള്ള സാവിയർ മിലെ ആണ് വിജയിച്ചിട്ടുള്ളത്. അർജന്റീന എന്ന രാജ്യത്തിന് പാർലമെന്റ് സിസ്റ്റം അതും 2 ലെവലിലാണ്. ഒന്ന് അപ്പർ ഹൗസ്, സെനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന അപ്പർ ഹൗസും ലോവർ ഹൗസ് ആയിട്ടുള്ള ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് എന്നറിയപ്പെടുന്ന ലോവർ ഹൗസും.
ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ രാജ്യസഭ എന്നറിയപ്പെടുന്ന സെനറ്റ്, ലോക്സഭ എന്നറിയപ്പെടുന്ന ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് എന്ന പേരിലാണ് അർജന്റീനയുടെ പാർലമെന്റ്. അർജന്റീന എന്ന രാജ്യം, ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ബെയ്നോസ് ഏറിയസ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് സ്പാനിഷ്. ഏതാണ്ട് 4.57 കോടി ജനങ്ങളാണ് 2024 കണക്കനുസരിച്ച് അർജന്റീന. ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ലാസ്റ്റ് ഹെഡിങ് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. പ്രീതി സ്മിത ബോയ് സെറ്റ് വേൾഡ് റെക്കോർഡ്, വിൻസ് ഗോൾഡ് അറ്റ് ഏഷ്യൻ യൂത്ത് ഗെയിംസ്. പ്രീതി സ്മിത ബോയ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചു. ഏത് മേഖലയിലാണ് പ്രീതി സ്മിത ബോയ് പെർഫോം ചെയ്തിട്ടുള്ളത്? ഏഷ്യൻ യൂത്ത് ഗെയിംസ് നടന്നിട്ടുള്ളത് എവിടെയാണ്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 16 വയസ്സുള്ള പ്രീതി സ്മിത ബോയ് ഈ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ, മൂന്നാമത്തെ ഏഷ്യൻ ഗെയിംസിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ് ഗോൾഡ് നേടിയിട്ടുള്ളത്. ഒഡീഷ സ്വദേശിയായിട്ടുള്ള 16 ഇയേഴ്സ് ഓൾഡ് പ്രീതി സ്മിത ബോയ് ആണ് 3rd ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. 44 കിലോഗ്രാം കാറ്റഗറിയിലാണ്. 44 കിലോഗ്രാം കാറ്റഗറിയിലാണ് മൂന്നാമത്തെ ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ പ്രീതി സ്മിത ബോയ് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് ബഹ്റൈനിലാണ്. ബഹ്റൈനിലെ മനാമൻ സ്ഥലത്താണ്. 31 ഒക്ടോബർ വരെ നടക്കുന്ന, ഒക്ടോബർ 22 മുതൽ 31 ഒക്ടോബർ വരെ നടക്കുന്ന മൂന്നാമത്തെ ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ആണ് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഗെയിംസിൽ റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. അതായത് ക്ലീൻ ആൻഡ് ജെർക്കിൽ 92 കിലോഗ്രാം ഉൾപ്പെടെ ആകെ 152 കിലോഗ്രാം ഉയർത്തി. അതായത് ഏറ്റവും യങ് ആയിട്ടുള്ളൊരു പെൺകുട്ടി ക്ലീൻ ആൻഡ് ജെർക്കിൽ ആണ് 92 കിലോഗ്രാം ഉൾപ്പെടെ ആകെ 152 കിലോഗ്രാം ഉയർത്തിക്കൊണ്ട് റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. പ്രീതി സ്മിത ബോയ് 16 ഇയർ ഒഡീഷ വെയ്റ്റ് ലിഫ്റ്ററാണ്. നമ്മളെപ്പോഴും സ്പോർട്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് മേഖലയിലാണ് അവരുടെ വിജയമായിട്ടുള്ളത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡൽ ഏതാണ് നേടിയിട്ടുള്ളത് എന്നെല്ലാമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നും ഇതുപോലെ തന്നെ സമയം കണ്ടെത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.